അതായത് എന്താ സംഭവിക്കുന്നത്, ഇപ്പം ശ്രീ ഷാഫി പറമ്പിൽ സൂചിപ്പിച്ചു. ഇപ്പം നമ്മളെ തുടക്കം തൊട്ട് വളരെ ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. വളരെ ഇറിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ എത്ര തവണയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നത്? എപ്പോഴെങ്കിലും ഇവർ കൈ കാണിക്കാറുണ്ടോ? എത്ര ജനപ്രതിനിധികൾ, ഒന്ന് പറയട്ടെ, പൂർത്തീകരിക്കട്ടെ. എത്ര ജനപ്രതിനിധികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്? ഇപ്പം ഞങ്ങളുടെ തൊട്ട് മുന്നിൽ വാഹനങ്ങളുണ്ട്, ഞങ്ങളുടെ പിന്നിൽ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഒരു വാഹനം നിർത്തുന്നു, ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് സഹകരിച്ചത്. ഞങ്ങൾ വണ്ടി നിർത്തുന്നു, എം പിയുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു, ഓക്കെ ആയിക്കോട്ടെ. എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ, ഒരു വാക്കുപോലുമില്ല, ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. ഞങ്ങൾ എല്ലാവരും ഇറങ്ങി, ഞങ്ങളതൊരു തമാശയായിട്ടാണ് എടുത്തത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു, എം പിയോട് ഡിക്കി തുറക്കാൻ പറയുന്നു, ഡിക്കി തുറക്കുന്നു, പെട്ടിയെടുത്ത് വെളിയിൽ വെക്കാൻ പറയുന്നു, പെട്ടിയെടുത്ത് വെളിയിൽ വെക്കുന്നു. അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു പെട്ടിയെടുത്ത് പുറത്ത് വെച്ചാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വണ്ടി റാൻഡം ചെക്കിംഗ് ആയിക്കോട്ടെ, അവർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ അടിസ്ഥാനത്തിലായിക്കോട്ടെ, രണ്ടായാലും ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടിയെടുത്ത് അടച്ചിരിക്കുന്ന പെട്ടി പുറത്തെടുത്ത് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവർക്ക് എങ്ങനെയത് ബോധ്യമാവുക? അതപ്പോൾ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. കാരണം അവിടെ കുറേ ആളുകളുണ്ട്, കുറേ ആളുകളുടെ മുന്നിൽ അതൊന്ന് ഇൻസൾട്ട് ചെയ്യുക, ഒന്ന് ഷെയ്ഡി ആയിട്ട് നിർത്താൻ ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ഇൻസൾട്ട് തന്നെയാണ്. ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്, അതിൻ്റെ വിഷ്വൽസ് ഞങ്ങൾ തരാം. നിരന്തരമായി ഞങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ പെട്ടി തുറന്നു നോക്കൂ. അപ്പോൾ പറഞ്ഞ് ഞങ്ങളത് ബോധ്യപ്പെട്ടു. നമ്മൾ പറഞ്ഞ് അതെങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്? ഞാൻ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എക്സ്റേ ലെൻസ് വല്ലതുമാണോ കണ്ണിലുള്ളത്? കാരണം ഈ അടഞ്ഞിരിക്കുന്ന പെട്ടിക്കകത്തൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ എന്തെങ്കിലും എക്സ്റേ ലെൻസ് ഉണ്ടോ? ആ വിഷ്വൽസ് ഒക്കെ തരാം. ഒരു വിഷ്വൽ മാത്രമല്ല ഉള്ളത്. അപ്പോൾ ആ വിഷ്വൽസും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അത് വളരെ ഇൻസൾട്ടിങ് ആയിരുന്നു. അത് പിന്നെ അങ്ങേയറ്റം ബയാസ്ഡ് ആണ്. അപ്പോൾ അതിനോട് സ്വാഭാവികമായ ഇറിറ്റേഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്കായാലും ഞങ്ങൾക്കായാലും ഉണ്ടാകുന്ന ഇറിറ്റേഷൻ ഉണ്ട്. അല്ലാതെ പരാതി ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞങ്ങളുടെ പരാതിയെല്ലാം ജനങ്ങളുടെ മുന്നിലുണ്ട്. ആ പരാതി ജനങ്ങൾ കാണുകയും ചെയ്യും, അവരതിനോട് റിയാക്ട് ചെയ്യുകയും ചെയ്യും. അല്ലാതെ ജനങ്ങൾ പാരിതോഷികം തരും, ജനങ്ങൾ പാരിതോഷികം കൊടുക്കും, ജനങ്ങൾ അതിൻ്റെ പാരിതോഷികം കൊടുക്കും. കാരണം ഒരു ഗുഡ് സർവീസ് അല്ലല്ലോ അത്. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് സർവീസ്. അതൊരു ഇപ്പോൾ പറഞ്ഞല്ലോ, ഏതൊരു ഉദ്യോഗസ്ഥനും ഇത് ഇപ്പം ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് മുകളിലാണെന്നോ കോമൺ മാന് മുകളിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം വേണമെന്നോ ഒന്നുമല്ല പറയുന്നത്. നിങ്ങൾ സാധാരണ ജനങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഒരാളുടെ വണ്ടി തടഞ്ഞു നിർത്തി പെട്ടിയെല്ലാം എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് സാധാരണ ഞങ്ങളെല്ലാം ഏറ്റവും സാധാരണക്കാരാണ്. എന്തിനാണ് അത് ചെയ്യുന്നത്? എന്തിനാണ് പെട്ടിയെടുത്ത് താഴെ വെക്കാൻ പറഞ്ഞതിന് ശേഷം പരിശോധനയായിരുന്നെങ്കിൽ അവർക്ക് ആ പെട്ടി തുറന്നിട്ട് പൊക്കോളാൻ പറയാം. അതെങ്കിൽ പുറത്തേക്ക് എടുത്തു വെച്ചാൽ അനി പൊക്കോ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഇന്റൻഷൻ ശരിയല്ല എന്ന് തോന്നിയപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതികരിച്ചത് ഇൻസൾട്ട് ചെയ്യുക, ഒരു ഇൻസൾട്ടന്റ് ഇന്റൻഷൻ ആയിട്ടാണ് ഞങ്ങൾക്ക് അപ്പം അനുഭവപ്പെട്ടത്. പക്ഷെ ഞങ്ങൾക്ക് അതിനകത്ത് പരാതിയൊന്നുമില്ല. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞങ്ങൾ ഇതുമായിട്ട് ഒരു ഘട്ടത്തിലും സഹകരിക്കാതിരുന്നിട്ടില്ല. എന്തിനാണോ ഞങ്ങളുടെ വണ്ടി നിർത്താൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഡിക്കി തുറക്കൂല എന്നോ പെട്ടി തുറക്കൂല ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം തുറന്ന് പരിശോധിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പരിശോധിച്ചിട്ട് അതിൽ എന്തെങ്കിലും കിട്ടിയോ ഇല്ലയോ എന്ന് പറയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനകത്തൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അതെന്താ കിട്ടാത്തതാണോ? ഞാൻ പറഞ്ഞില്ലേ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഫോക്കസ് എന്തായിരിക്കണം എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് എന്താണ് പറയേണ്ടതെന്നുള്ളതും ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാക്കി നിർത്തേണ്ടത് എന്താണെന്നും കൃത്യമായിട്ടുള്ള അതപ്പോൾ ആലോചിച്ചില്ലല്ലോ. അവരുടെ കയ്യിലൊരു വീഡിയോ ഉണ്ട്, അല്ല അവരുടെ കയ്യിലൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ മറ്റേ ചെറിയ ക്യാമറ വെച്ചിട്ട് ഞാൻ വിചാരിച്ച ആ വീഡിയോയിൽ എടുക്കുന്നത് ഈ പെട്ടി തുറക്കുക. അപ്പോൾ പെട്ടി തുറക്കേണ്ട ഘട്ടം വരുമ്പോൾ വീഡിയോ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു, മോനെ നീ അതെന്താ എടുക്കാത്ത? അതല്ലേ എടുക്കേണ്ടത്. ഞങ്ങൾ ഇറങ്ങുന്നതും പോകുന്നതും ഒക്കെ എടുത്തല്ലോ. അല്ല, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങളുടെ ഭാഗത്ത് കുറ്റമൊന്നുമില്ലല്ലോ. വണ്ടിയിൽ നിന്ന് പെട്ടിയിൽ നിന്നൊന്നും കിട്ടിയിട്ടോ പെട്ടിയിൽ വേണ്ടാത്തൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ചർച്ചയിൽ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കിട്ടിയിട്ടാണെങ്കിൽ ചർച്ച വഴിമാറല്ലേ ഞങ്ങൾ ഭയപ്പെടേണ്ടതുള്ളൂ. ഏത് അവരെ സർക്കാരിൻ്റെ ആ ഷോ പാലക്കാട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഗണത്തിലേക്ക് അവർ തന്നെ പെടുത്തുകയാണെങ്കിൽ അവിടെ കിട്ടിയതുപോലെ തന്നെ മറുപടി ഇവിടെയും കിട്ടും. ആ കാര്യത്തിൽ സംശയം വേണ്ട. അല്ല, നമ്മൾ ഇൻസൾട്ടഡ് ആകുമ്പോഴേ, നമ്മളെല്ലാം സാധാരണ മനുഷ്യന്മാരാണല്ലോ, നമ്മൾ ഇൻസൾട്ടഡ് ആകുമ്പോൾ ആർക്കായാലും അതിൻ്റെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഞങ്ങളോട് പെരുമാറിയ രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്തോ വലിയ കള്ളപ്പണം കടത്തുന്ന ആളുകൾ. എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളല്ലേ. ആ ആളുകൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്തിനാ ഇൻസൾട്ട് ചെയ്യുന്നത്? അവർക്ക് വളരെ മാന്യമായി ഇതെല്ലാം ചെയ്യാമല്ലോ. നമ്മളതിനോട് സഹകരിക്കുന്നുണ്ടല്ലോ. അപ്പോഴും ഞങ്ങളുടെ ചോദ്യം പെൻഡിങ് ആണ്. ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ജനപ്രതിനിധിയുടെ വാഹനം, എത്ര മന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും, നിങ്ങളെല്ലാം കാണുന്നില്ലേ? ഇടതുപക്ഷ CPM-ന്റെ 100 MLA-മാർ ഇവിടെ ഇല്ലേ? ഇടതുപക്ഷത്തിന്റെ 100 MLA 99 MLA-മാർ ഇവിടെ ഇല്ലേ? അവരുടെ ആരുടെയെങ്കിലും വാഹനം പരിശോധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് പരിശോധിക്കുന്നതിനകത്ത് ഇന്റൻഷൻ ഉണ്ട്.